ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അങ്ങനെ ഒരു വിഷുക്കാലം കൂടി കടന്നുപോയി. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതാ വിഷു എത്തി എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. വിഷു വന്ന് അതതിൻ്റെ പാട്ടിലങ്ങ് പോയി. ഇനിയിപ്പോൾ എന്താ, കുറച്ച് നല്ല ഓർമ്മകൾ. ആ ഓർമ്മകളൊക്കെ ഞാനൊരു വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇതിപ്പോൾ തലേ ദിവസത്തെ കാഴ്ചയാണ്. നമ്മൾ കുറച്ച് പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അധികമൊന്നുമില്ല, കുറച്ച് കത്തുന്ന തരത്തിലുള്ള പടക്കങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിയത്. അധികം ശബ്ദമായിട്ടുള്ള ബഹളമയമായിട്ടുള്ള പടക്കങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടേനെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് നോക്കുകയെന്ന്. എനിക്ക് പണ്ടൊക്കെ പടക്കം പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. പിന്നെ സാത്തി വന്നതിന് ശേഷം സാത്തിക്ക് ഭയങ്കര പേടിയേനു. സാത്തി എപ്പോഴും ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ കരഞ്ഞ് നിലവിളിക്കേനു. അത് കണ്ടാന്ന് തോന്നുന്നു എനിക്ക് പിന്നെ ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. ഇപ്പം എന്താ സംഭവം, സാത്തിക്ക് ഇതിനോട് നല്ല ഇൻട്രസ്റ്റും എൻ്റെ ഇൻട്രസ്റ്റൊക്കെ പോയി. കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ സാത്തിന് ഓരോ കാര്യത്തിന് ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അവൻ്റെ കയ്യിൽ കമ്പിത്തിരി മാത്രമേ ഞാൻ കൊടുക്കൂ, വേറെ ഒന്നും തുടങ്ങാൻ സമ്മതിക്കില്ല, ആസ്വദിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ തന്നെ അവനോട് അങ്ങോട്ട് ചില ഡയലോഗുകൾ പറയുന്നത് ഇത്തവണ അവൻ ഇങ്ങോട്ട് എൻ്റെ പറഞ്ഞു. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇവർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയുമല്ലോ, നീ വലിയ കുട്ടിയായി, ഇനി സ്വന്തം കാര്യമൊക്കെ ചെയ്ത് പഠിക്കണോ, എന്തിനാ എപ്പോഴും അമ്മേനെ ഇങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അതവൻ നേരെ എനിക്ക് തിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ വലിയ കുട്ടിയായി എന്നല്ല അമ്മ പറയൽ, അപ്പോൾ എനിക്കെന്താ പടക്കം പൊട്ടിച്ചത്, എനിക്ക് പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 പൂക്കുറ്റിയൊക്കെ ആശാൻ പോയിട്ട് കത്തിച്ചിട്ടുണ്ട്. ആശാനിപ്പോൾ വലിയ പേടിയൊന്നുമില്ല, ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് എന്നോട് പറയുകയും ചെയ്തു, ഇതൊന്നും ഒരു രസമില്ല, നല്ല പടക്കം വേണം, പൊട്ടുന്ന പടക്കം വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് ആയിട്ടില്ല, കുറച്ചുകൂടി അങ്ങ് വളർന്നിട്ട് നമുക്കതൊക്കെ നോക്കാമെന്ന്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവരെയും പൊട്ടിക്കുന്നുണ്ട്. തിരിയുന്നുണ്ട്, നമുക്കിത് കയ്യാറായി. ആ ഇത് വിഷുവിൻ്റെ അന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ്. ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തു പോയതാണ്. നമ്മളെ നാട്ടിനടുത്തുള്ള മോന്താൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടുത്തെ പുഴയാണിത്. ആ പുഴയോട് ചേർന്ന് തന്നെ ട്രെയിൻ കഫേ എന്ന് പറഞ്ഞിട്ടൊരു മിനി പാർക്കുണ്ട്. കുട്ടികൾക്ക് വേണ്ട കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ മോന്താൽ ഫെസ്റ്റ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടിടത്തിലും നല്ല തിരക്കാണ്. മോന്താൽ ഫെസ്റ്റ് വേറെ, അതിൻ്റെ കുറച്ചപ്പുറമാണെന്നുള്ളത്. അങ്ങനെ അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതും ഇതൊക്കെ ആയിട്ട് മിക്സായിട്ട് നല്ല തിരക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്നാമത് വിഷുവിൻ്റെ ആളുകളുണ്ടാവുമല്ലോ, പിന്നെ ചില ഫെസ്റ്റും കൂടി ഉള്ളത് കൊണ്ട് നല്ല തിരക്കായി. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് വന്ന് ബോട്ട് ചട്ടിയിൽ വന്നിങ്ങനെ കുറച്ചധികം നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ സാത്തി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് പോയതാണ്. ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അപ്പാടവും മാറി. സത്യക്ക് ഇഷ്ടമല്ല ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒന്നും സത്യക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഒരു ഫോട്ടോയിൽ മര്യാദയ്ക്ക് നിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ തന്നെയുള്ള ഒരു ചെറിയൊരു കഫേ ഉണ്ട്, അവിടെ പോയിട്ട് എന്തായിരുന്നു മമ്മൂസ്, സത്യക്ക് മമ്മൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്ത്. പക്ഷേ അത് കിട്ടാൻ വേണ്ടി 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. കുറേ നേരം അവിടെ ഇങ്ങനെ
സെറ്റായിട്ടിരിക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടേനെ. ഞങ്ങളും സ്പീഡ് ബോട്ട് യാത്രയൊക്കെ ചെയ്തിരുന്നു. അടിപൊളിയായിരുന്നു. ഒരാൾക്ക് 150 രൂപയായിരുന്നു സ്പീഡ് ബോട്ടിന് ചാർജ് വന്നത്. പക്ഷേ നമുക്ക് ഒരു തവണയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കുഴപ്പമില്ല. നല്ല അങ്ങനെ ഒരുപാട് ദൂരെ പോകുന്നല്ല, പക്ഷേ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ വിഷു അടിപൊളിയായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നതും അങ്ങനത്തെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നോട് സത്യം പറഞ്ഞാൽ മറന്നുപോയതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷു ആഘോഷം. അപ്പോൾ നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ ബൈ.